അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയാൾ പറഞ്ഞപ്പോൾ നീ ഒന്നും തിരിച്ചു മറുപടി നൽകിയില്ലേ? കേട്ടിട്ട് ഇങ്ങു പോന്നോ? എന്തു മറുപടി പറയാൻ? ഒന്നാമത് എനിക്ക് കല്യാണത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. അവളെ കാണുന്നത് തന്നെ താലി കെട്ടുമ്പോഴാണ്. കെട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ചിന്തയിൽ. നീ ഇത്രയ്ക്ക് പൊട്ടാനാണോ? അഭി വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. എന്തെന്ന് മനസ്സിലാവാതെ വിഷ്ണു അഭിയെ നോക്കി. ഒപ്പം അവൻ്റെ ആ പ്രയോഗം അവന് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. നീ എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. തണ്ടും തടിയും ഉണ്ടായിട്ട് കാര്യമില്ലടാ. കുറച്ച് വിവേകത്തോടെ ചിന്തിക്കാൻ പഠിക്കണം. നിനക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരാൾ കല്യാണപ്പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കല്യാണത്തിൻ്റെ തലേന്ന് വന്ന് ചെക്കനോട് അവളെക്കുറിച്ച് മോശമായി പറയുമെന്ന്? അഭി നിർത്തിയിട്ട് വിഷ്ണുവിനെ നോക്കി. അവനും ചിന്തയിലാണ്. പിന്നെ വീണ്ടും അഭി അവനെ നോക്കി തുടർന്നു. പറയും ചിലർ. ഒന്നുകിൽ കല്യാണം മുടങ്ങാൻ, അല്ലെങ്കിൽ അവളോട് ദേഷ്യമുള്ളവർ. നീ ഈ പറയുന്ന സുധിയേട്ടൻ ഇതിൽ ഏത് ഗണത്തിൽപ്പെടും? അഭി ഒളിയമ്പ് എറിഞ്ഞു തുടങ്ങി. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. അവൻ തന്നെ കാരണം കണ്ടെത്തട്ടെ. അഭി മെല്ലെ അവിടെ നിന്നും ഉൾവലിയാൻ നോക്കി. അഭി, നീ എവിടേക്കാ? റൂമിൽ നിന്ന് പതിയെ പുറത്തേക്ക് പോകാൻ നിന്ന അഭിയെ വിഷ്ണു നോക്കി. എനിക്കൊന്ന് പുറത്തു പോകണം. എടാ, നീ വരുന്നോ? ഭാവമാറ്റമില്ലാതെ അഭി പറഞ്ഞു. അല്ലടാ, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അയാൾ എന്നോട് കള്ളം പറഞ്ഞതായിരിക്കുമോ? അഭി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിഷ്ണുവിൻ്റെ മനസ്സ്. അത് മനസ്സിലാക്കിയപ്പോൾ അഭിക്ക് മനസ്സിലായി തൻ്റെ പ്ലാൻ വർക്കൗട്ട് ആകുന്നുണ്ട്. ഈ സമയം അവൻ്റെ ചോദ്യത്തിനും മറുപടി നൽകാതെ അലസത കാട്ടുന്നതാണ് നല്ലത്. അവനായി തന്നെ അവൻ്റെ പെണ്ണിൻ്റെ സ്വഭാവശുദ്ധി പരിശോധിക്കട്ടെ. ഡാ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയാൾ എൻ്റെ കണ്ണാ, നീ അതും മനസ്സിലിട്ട് നിൽക്കേണ്ട. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞെന്നേ ഉള്ളൂ. നീ വരുന്നെങ്കിൽ വാ, ഞാൻ താഴെ ഉണ്ടാകാം. അതും പറഞ്ഞ് അഭി വേഗത്തിൽ താഴേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്നാൽ തനിക്ക് തന്നെയാണ് പണിയാവുക. ആ പാവത്തിനോട് ചെയ്ത ദ്രോഹത്തിന് അവൻ തന്നെ പരിഹാരവും കാണട്ടെ. പോസ്റ്റിൽ കയറി ഗോളടിക്കുന്നത് ശരിയല്ലല്ലോ. ഛേ, അഭി പറഞ്ഞതിലും കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും വിളിച്ചപ്പോൾ അയാൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി? ഇങ്ങനെ ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനല്ലേ ശ്രമിക്കും. പക്ഷേ അയാൾ എന്താണ് എന്നോട് പറയുന്നത്? ഈ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കണമെന്ന്. അപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ കടന്നു വന്നു. അന്വേഷിക്കണം. തനിക്ക് പിഴച്ചുവോ? എന്തായി അഭിയേട്ടാ? മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന അഭിയെ കണ്ട് മനു വേഗം മുന്നോട്ടേക്ക് വന്നു. സക്സസ്. അഭി തംസപ്പ് കാണിച്ചു. നിന്റെ ഏട്ടൻ്റെ മനസ്സിലേക്ക് ഞാനൊരു അമ്പെയ്തിട്ടിട്ടുണ്ട്. അതിൽ പിടിച്ച് അവൻ തന്നെ കയറിക്കോളും. എന്തെങ്കിലും ആകട്ടെ, ഏട്ടൻ ഏട്ടത്തിയെ സ്വീകരിച്ചാൽ മതിയായിരുന്നു. കണ്ടില്ലേ അഭിയേട്ടാ, അതെന്തൊരു പാവമാ. എനിക്ക് തന്നെ വിഷമമാകുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് ജാനിയെക്കുറിച്ച് ഓർത്തപ്പോൾ മനുവിന് വല്ലാതെയായി. ശരിയാകൂടാ എല്ലാം. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അവസ്ഥയിലൂടെയല്ലേ അവൻ കടന്നു വന്നത്. മുകളിൽ വിഷ്ണു തന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അഭി മറ്റാരോടും പറയാൻ നിന്നില്ല. ഇതിനിടയിൽ ഇങ്ങനൊരു കളി ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരും അറിഞ്ഞാൽ അത് ജാനിക്ക് തന്നെയാണ് മോശം. സ്വന്തം വീട്ടിലുള്ളവർ തന്നെ അവൾക്കെതിരെ പറയുക എന്ന് പറഞ്ഞാൽ. അഭി കാട് കടന്ന് ചിന്തിച്ചു. കണ്ടുപിടിക്കണം. അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇനിയും കണ്ണൻ്റെ ജീവിതം വെച്ച് ആരും കളിക്കണ്ട. അമ്മേ. എന്താ മോളെ? വാ, അകത്തേക്ക് വാ. റൂമിൻ്റെ പുറത്തു നിന്നും തന്നെ വിളിക്കുന്ന ജാനിയെ രേവതി അകത്തേക്ക് വിളിച്ചു. എന്താ മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവളുടെ പതുങ്ങിയുള്ള നിൽപ്പ് കണ്ട് രേവതി വീണ്ടും ചോദിച്ചു. അമ്മേ, അത് പിന്നെ എനിക്ക് മീരേച്ചിയെ വിളിക്കാൻ ഫോൺ. എൻ്റെ കുട്ടി, ഇതാണോ ഇത്ര വലിയ കാര്യം? അതിനെന്തിനാ ഇത്ര പേടിക്കുന്നത്? ദാ, ഫോൺ പോയി വിളിക്ക്. അവളുടെ നിൽപ്പും ഭാവവും കണ്ട് രേവതിക്ക് ചിരി വന്നുപോയി. ഇങ്ങനെ ഒരു കുട്ടിക്കാളി, പാവം. ഹലോ. ഹലോ മീരേച്ചി, ഞാനാ. അവൾ എന്നും ഇരിക്കാറുള്ള ചായപ്പിനടുത്ത് വന്നിരുന്ന് മീരയെ വിളിക്കുകയാണ്. മോളെ ജാനി, സുഖാണോടാ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. മീരേച്ചിക്കോ? അവളും കരയുകയാണ്. വിഷ്ണു. വിഷ്ണു മോളോട് എങ്ങനെയാ? മീരയ്ക്ക് ആദ്യം അറിയേണ്ടതും വിഷ്ണുവിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുധി പറഞ്ഞ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ തീ കോരിയിട്ടിരിക്കുകയാണ്. നല്ല സ്നേഹ. അവൾക്ക് മറ്റൊന്നും മീരേച്ചിയോട് പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരിൽ നിന്നും തന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചവരാ. അതിൻ്റെ പേരിൽ ഒരുപാട് സഹിച്ചു. തൻ്റെ നല്ലതിനു വേണ്ടി പലരോടും പൊരുതി. സ്വന്തം ജീവിതം പോലും നോക്കാതെ. എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയെന്നറിഞ്ഞാൽ. വേണ്ട, ഇനിയും മീരേച്ചിയെ വേദനിപ്പിക്കാൻ വയ്യ. മോളെ, ചേച്ചിക്ക് സന്തോഷമായി. സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നിന്നെ അങ്ങോട്ടേക്ക് അയക്കാൻ. അത്രയും വലിയ വീട്ടിൽ നിന്നെ എല്ലാവരും ഉൾക്കൊള്ളുമോ എന്ന് പേടിച്ചുപോയി. അവിടെ എല്ലാവർക്കും മോളോട് സ്നേഹമല്ലേ? ശരി മീരേച്ചി, ഞാൻ വിളിക്കാം. അമ്മ അന്വേഷിക്കുന്നുണ്ട്. ജാനി വേഗം ഫോൺ കട്ടാക്കി. ഇനിയും സംസാരിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എൻ്റെ വേദന മീരേച്ചി അറിയും.
അവൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുടച്ച് അകത്തേക്ക് പോയി. വല്ലാത്തൊരു ആശ്വാസത്തോടെയാണ് മീര ഫോൺ കട്ട് ചെയ്തത്. ഫോൺ എടുത്ത് അകത്തേക്ക് കയറിയതും സുധിയുടെ അമ്മയും സുധിയും നിൽപ്പുണ്ട്. തന്നെ കാത്തെന്ന പോൽ നിൽപ്പുണ്ട്. സുധിയെപ്പോലെ തന്നെയാണ് സുധിയുടെ അമ്മയും. മനുഷ്യകുലത്തിൽപ്പെടാത്തത്, ആരോടും ദയയും കരുണയും ഇല്ലാത്തവർ, സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ. അവളായിരുന്നു അല്ലേ ഫോണിൽ? ചോദ്യം വന്നു. മൂളൽ മറുപടി നൽകി അകത്തേക്ക് കയറാൻ നിന്ന മീരയെ സുധി തടഞ്ഞു. ചോദിക്കുന്നതിന് മറുപടി നൽകിയിട്ട് നീ പോയാൽ മതി. എന്താ നിങ്ങൾക്കറിയേണ്ടത്? മീര ദേഷ്യത്തോടെ ചോദിച്ചു. അവൾക്കറിയാം ജാനി അവിടെ സുഖമായി ജീവിക്കുന്നത് അറിഞ്ഞാൽ എങ്ങനെയും അതില്ലാതാക്കാൻ നോക്കുമെന്ന്. കഴിഞ്ഞ രാത്രികളിൽ സുധീന്ന് കേട്ട വാക്കുകൾ അതായിരുന്നു സൂചിപ്പിച്ചത്. അവൾ എന്താ നിന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ളിൽ ഊറി വരുന്ന സന്തോഷം അടക്കിപ്പിടിച്ച് സുധി കാര്യമറിയാൻ മീരയെ നോക്കി. അവളൊന്നും പറഞ്ഞില്ല. മറ്റൊന്നും മീര പറഞ്ഞില്ല. ഇത്ര നേരം സംസാരിച്ചത് അത്രമാത്രമാണോ? രമണി ദേഷ്യപ്പെട്ടു. അവൾ സുഖവിവരം ചോദിച്ചതേയുള്ളൂ, മറ്റൊന്നും ചോദിച്ചില്ല. എല്ലാം അറിയണമെന്ന് നിങ്ങൾക്കെന്താ ഇത്ര നിർബന്ധം? മീരയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവിടെയും പോയി അവളുടെ ജീവിതം നശിപ്പിക്കാനായിരിക്കും രണ്ടെണ്ണത്തിൻ്റെ ഉദ്ദേശം. അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു. അല്ലെങ്കിലും ഇവളെന്ത് പറയാനാണ്? ഇവളെപ്പോഴും അവളുടെ സൈഡല്ലേ? എന്ത് കണ്ടിട്ടാടി നീ ഇങ്ങനെ നെകളിക്കുന്നത്? രമണി സ്ഥിരം അടവ് എടുക്കാൻ തുടങ്ങി. മീരയെ വേദനിപ്പിക്കാനുള്ള വഴി. എങ്ങോ കിടന്നവളെയെല്ലാം ഇവിടേക്ക് വലിച്ചു കയറ്റിയതും പോരാ, അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥയായല്ലോ ദൈവമേ എനിക്ക്. ആ സ്ത്രീ നെഞ്ചത്തടിച്ചു കരയാൻ തുടങ്ങി. തൻ്റെ മകൻ്റെ മുന്നിൽ അഭിനയം തുടങ്ങി. ഇതൊക്കെ കണ്ട് പുച്ഛത്തോടെ മീര അവരെ തന്നെ നോക്കി നിന്നു. എന്തൊരു സ്ത്രീയാ! ഇവരാണ് മകനെയും വഷളാക്കിയത്. അവൾ കൂടെയുള്ള സുധിയെ നോക്കി. അവിടെ അമ്മയോടുള്ള വാത്സല്യം ഒഴുകുന്നുണ്ട്. ഏതു നിമിഷവും തൻ്റെ നേർക്ക് കൈയോങ്ങാം. അവൾക്ക് ഭയം തോന്നി. ശരീരത്തിൽ ഇനിയും നീറാത്ത ഭാഗങ്ങളില്ല. ഓരോ ദിനങ്ങളും വേദന സഹിച്ചാണ് കിടക്കുന്നത്. ഇനിയും വയ്യ. അതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണ്. അവൾ സുധിയെ നോക്കുമ്പോൾ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. എൻ്റെ ഭഗവാനെ, എല്ലാവരുടെയും വായിലുള്ളത് ഞാൻ കേൾക്കണമല്ലോ. എനിക്ക് ആരുണ്ട്? എന്നെ അങ്ങ് വിളിച്ചുകൂടെ എൻ്റെ ദൈവമേ? തള്ള കരച്ചിലിൻ്റെ ആക്കം കൂട്ടി. ഉദ്ദേശം മീരയ്ക്കിട്ടു സുധി ഒന്ന് പൊട്ടിക്കണം, അത് തന്നെ. രമണി അലറിക്കരഞ്ഞതും സുധി മീരയുടെ കരണം പുകച്ചതും ഒരുമിച്ചായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയുടെ മുൻപിൽ ഉറക്കെ സംസാരിക്കരുത് എന്ന്? എന്നിട്ടും അവൾ അമ്മയെ ധിക്കരിക്കുന്നു. എവിടുന്നാടി നിനക്ക് ഈ ധൈര്യം കിട്ടിയത്? മറ്റവനെ കണ്ടിട്ടാണോ? അതാണെങ്കിൽ വേണ്ട. അവളെ അവിടേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരാനും ഈ സുധിക്കറിയാം. കേട്ടോടി? അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചു വലിച്ചു സുധി താഴേക്കിട്ടു. പോകുന്നതിനിടയിൽ ഒരു ചവിട്ട്. ഇതൊക്കെ കണ്ട് ചിരിച്ചു നിൽക്കുകയാണ് രമണി. സുധി പോയതും ആ സ്ത്രീ തനി സ്വരൂപം പുറത്തെടുത്തു. കണ്ടോടി, ഇത്രയേ ഉള്ളൂ നീ. എന്നോട് മുട്ടാൻ നിൽക്കുമ്പോൾ ഇത് ഓർമ്മ വേണം. അവൻ എൻ്റെ മകനാ. താഴെ കിടന്നിരുന്ന മീരയെ കാലുകൊണ്ട് തൊഴിച്ചു ആ സ്ത്രീ അകത്തേക്ക് പോയി. ചുണ്ടുപൊട്ടി ഒഴുകി വരുന്ന ചോര അവൾ സാരിത്തുമ്പാൽ തുടച്ചു. കണ്ണുനീർ തോർന്നിട്ടില്ല. എന്നാലും മനസ്സിൽ എവിടെയോ ചെറിയൊരു നൊമ്പരം. അത് ജാനിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. എന്നിട്ടും അടി കൊള്ളുമ്പോൾ തടുക്കാൻ വരുന്ന ജാനിക്കും കിട്ടും ഒന്ന് രണ്ടെണ്ണം. അതിൽ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് അവൾ സുരക്ഷിതയാണ്. അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട്, വീട്ടുകാരുണ്ട്. അത് മതി ഈ മീരേച്ചിക്ക്. എൻ്റെ മോൾ സന്തോഷമായി ഇരുന്നാൽ മതി. അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ പിടഞ്ഞു. തൻ്റെ മോൾക്കായി. മീര അറിയുന്നില്ലല്ലോ വാക്കുകൾ കൊണ്ട് വേദനയേറ്റ് കരയുകയാണ് അവളെന്ന്. അവനെത്തിയില്ലേ അമ്മേ? നേരം ഒരുപാടായല്ലോ. കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി രേവതിയുടെ അടുത്തേക്ക് പോയിരുന്നു അഭി. ജാനി ഒഴികെ എല്ലാവരും ഉണ്ട് ഹാളിൽ. ഏട്ടൻ്റെ സമയം ആയിട്ടില്ല അഭിയേട്ടാ. അവസാനത്തെ ബാറും അടച്ചിട്ടേ വരൂ. ചിലപ്പോൾ എവിടെയെങ്കിലും അടി കൂടുന്നുണ്ടാകും. മനു പറഞ്ഞതും വിഷ്ണു അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. എൻ്റെ ഈശ്വരാ, പണി പാളിയോ? മനു നെഞ്ചത്ത് കൈവച്ച് പതിയെ മൊഴിഞ്ഞു. തീർച്ചയായും. ഏതാ ഈ അശരീരി? മനു തിരിഞ്ഞു നോക്കി. 32 പല്ലും കാണിച്ച് ഇളിച്ചു നിൽപ്പുണ്ട് അഭി. മനു ഇളിച്ചു കാണിച്ചു വിഷ്ണുവിനെ നോക്കി. അവിടെ രൗദ്രഭാവം പൂണ്ട് നിൽക്കുകയാണ്. ഏട്ടൻ എപ്പോൾ വന്നു? ഇല്ലാത്ത വിനയത്വം വേണ്ടുവോളം മുഖത്ത് വിരിച്ച് മനു ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറേ നാളായി. അല്ല, ഞാൻ വരുമ്പോൾ നീ എന്തോ എന്നെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഏയ്, ഞാനോ? ഏട്ടനെക്കുറിച്ചോ? ഇല്ല, ഏട്ടന് തോന്നിയതായിരിക്കും. ഇല്ലാത്ത ധൈര്യം കൈവരിച്ചു മനു കൂളായി നിന്നു. അതെയോ? പൊന്നുമോൻ ഇങ്ങു വന്നേ. എന്തിനാ ഏട്ടാ? വാ, ഏട്ടൻ ചോദിക്കട്ടെ. വേണ്ട. അവൻ ഓടാൻ തുനിഞ്ഞു. വാടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഓടിച്ചിട്ട് പിടിക്കും. ഇനി രക്ഷയില്ലെന്ന് കരുതി മനു 2 കൈയും തടുത്തു നിൽക്കുന്നത് പോലെ വെച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു. സോറി ഏട്ടാ, അറിയാതെ പറഞ്ഞു പോയതാ. അതെയോ? ഇനി പൊന്നുമോൻ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വന്നാൽ ഇതൊന്ന് ഓർമ്മിക്കണം. മനുവിൻ്റെ ചെവിയിൽ പിടിച്ചു വിഷ്ണു തിരിച്ചു. ആ, അമ്മേ വിട്. അമ്മേ, ഏട്ടനോട് വിടാൻ പറയ് എൻ്റെ ചെവി.
ഇത് നിനക്കൊരു ശിക്ഷയാണ്. ഇനി നാക്കെടുത്തിട്ട് എന്നെക്കുറിച്ച് വേണ്ടാതീനം എന്തെങ്കിലും നീ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ. ചെവിന്ന് കൈയെടുത്ത് വിഷ്ണു പറഞ്ഞു. എന്റെ കണ്ണാ, നാളെ പെണ്ണിനെ നോക്കി നടക്കേണ്ട ചെക്കനാ, നീ ഇങ്ങനെയൊക്കെ ചെയ്താലോ? ദേവൻ തമാശ രൂപേണ പറഞ്ഞു. ആർക്ക്? ഈ പൊടിക്കുപ്പിക്കോ? അഭി പിന്നെ കിട്ടുന്ന അവസരം പാഴാക്കാൻ നിന്നില്ല. ഈ ഡിസംബർ വന്നാൽ 25 വയസ്സ് തികയും എനിക്ക്. എന്റെ അച്ഛനെങ്കിലും എന്നെക്കുറിച്ച് ബോധമുണ്ടല്ലോ, അത് മതി. അച്ഛാ, എന്നാ പെണ്ണ് കാണാൻ പോകേണ്ടത്? നിഷ്കളങ്കത വാരി എറിഞ്ഞു മനു ദേവന്റെ അടുത്തേക്ക് ചെന്നു. ബെസ്റ്റ്. പറഞ്ഞത് അബദ്ധമായി പോയോ? ദേവൻ പതിയെ പറഞ്ഞു. അച്ഛാ, എപ്പോഴാണ് പോകേണ്ടത്? മനു വീണ്ടും ചോദിച്ചു. ഡാ, ആദ്യം ഇപ്പോൾ പഠിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്, എന്നിട്ട് മതി കല്യാണവും കോപ്പും. വിഷ്ണു കലിപ്പിൽ തന്നെ. എന്റെ ഏട്ടാ, ഇങ്ങനെ പഠിച്ചു ജീവിക്കാനാണോ ഞാൻ? ഇതിനൊരു അന്ത്യമില്ലേ? മോനെ മനുക്കുട്ടാ, സമയവും കാലവും ഒക്കെ ആകുമ്പോൾ ഈ അമ്മയും അച്ഛനും കൂടി തന്നെ മോന് പെണ്ണ് കണ്ടെത്തി തന്നോളാം കേട്ടോ. ഇപ്പോൾ നിന്റെ അഭിയേട്ടന് പെണ്ണ് കാണാനാണ് ഞങ്ങളുടെ തീരുമാനം. കിട്ടിയ ചാൻസിൽ രേവതിയും ഗോളടിച്ചു. എനിക്കോ? എനിക്കെന്തിനാ? ഇത്രയും നേരം മനുവിനെ ആക്കി പറഞ്ഞവൻ ഞെട്ടിത്തരിച്ചു. ഊഞ്ഞാലിൽ ആട്ടിക്കളിക്കാൻ. വിഷ്ണു തന്നെ. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ഞാൻ പറയുമ്പോൾ മതി, അഭി എല്ലാവരോടുമായി പറഞ്ഞു. അതെ അമ്മേ, ഇപ്പോൾ അഭിയേട്ടന് പെണ്ണ് നോക്കേണ്ട. അഭിയേട്ടൻ വന്നതറിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഇവിടേക്ക് കക്ഷി എത്തിക്കോളും. ആര്? അഭി സംശയത്തോടെ മനുവിനെ നോക്കി. സ്നേഹ ചേച്ചി. സ്നേഹ? അവളുടെ കല്യാണം കഴിഞ്ഞില്ലേ? അഭിക്ക് അത്ഭുതം തോന്നിപ്പോയി. ശരിയാണ്, ഇത്രയും നാളും അവളെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചില്ല, അന്വേഷിച്ചതുമില്ല. ഏട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം സ്നേഹച്ചേച്ചി ആരോടും മിണ്ടിയിട്ടില്ല. എന്തിന്, സ്വന്തം വീട്ടുകാരോട് പോലും. ഏട്ടൻ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ഡൽഹിക്ക് പോയ ആളാണ്. ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ എത്തിക്കോളും. തമാശയായി മനു പറഞ്ഞു. പക്ഷേ അവനറിയാം അഭിയേട്ടന് സ്നേഹച്ചേച്ചി എന്താണെന്ന്. അന്ന് അഭിയേട്ടനോടൊപ്പം നിന്നത് സ്നേഹച്ചേച്ചി മാത്രമായിരുന്നു. എന്നിട്ടും കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു അതിരുമുണ്ടായിരുന്നില്ല. അതിനു മാത്രം പെർഫോമൻസ് അല്ലേ മായേച്ചി കാഴ്ചവെച്ചത്? മായയെക്കുറിച്ച് ഓർത്തപ്പോൾ മനുവിൻ്റെ മുഖത്ത് പുച്ഛം വിരിഞ്ഞു. ഇതേ സമയം അഭി നിശബ്ദനായിരുന്നു. അവളിപ്പോഴും തന്നെ കാത്തിരിപ്പുണ്ടോ? മുമ്പ് അവളോട് താനൊരു അടുപ്പവും കാട്ടിയിരുന്നില്ല. അത്രമാത്രം പ്രണയിച്ചിരുന്നോ പെണ്ണ്? അവൻ്റെ ഉള്ളൊന്ന് നേറി. തനിച്ചിരിക്കണം എന്ന് തോന്നി. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇപ്പോൾ മനു പറഞ്ഞത്. എന്തേ അവളെ മാത്രം ഞാൻ മറന്നു? ആരോടും ഒന്നും പറയാതെ അവൻ പതിയെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. എന്തിനാ മനു നീ ഇപ്പോൾ സ്നേഹയെക്കുറിച്ച് പറഞ്ഞത്? അവന് വിഷമമായി എന്ന് തോന്നുന്നു. അഭിയുടെ പോക്കു നോക്കി രേവതി മനുവിനോട് പറഞ്ഞു. കുറച്ച് വിഷമിക്കട്ടെ അമ്മേ, സ്നേഹചേച്ചിയുടെ ഇഷ്ടം ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. മനു പറഞ്ഞ് അകത്തേക്ക് പോയി. പുറകെ പോകാൻ നിന്ന വിഷ്ണുവിനെ ദേവൻ വിളിച്ചു. കണ്ണാ. എന്താ അച്ഛാ? അവൻ തിരിഞ്ഞു ദേവനെ നോക്കി. അയാൾ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്തെന്നർത്ഥത്തിൽ വിഷ്ണു ദേവനെ നോക്കി. മാലയാണ്. ജാനിയുടെ കഴുത്തിൽ നിന്ന് താലി ഊരി മാലയിൽ കൊളുത്തി നീ തന്നെ അവൾക്ക് ഇട്ടുകൊടുക്കണം. ഒരിക്കലും കഴുത്തിൽ നിന്ന് താലി അഴിയാനും പാടില്ല. ഒരു താക്കീത് പോലെ അവനോട് പറഞ്ഞു കയ്യിലേക്ക് നോക്കി. അവൻ 2 പേരെയും ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ കയ്യിലുള്ള കവറുമായി മുകളിലേക്ക് പോയി. ദേവേട്ടാ. നിസ്സഹായതയോടെ രേവതി ദേവനെ വിളിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ദേവൻ പറഞ്ഞു. നമ്മുടെ മോനല്ലേ, ശരിയാകും. ആ കുട്ടിയെ മനസ്സിലാക്കാൻ അവന് പറ്റും. സമയം കൊടുക്കണം. രേവതിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ദേവൻ പറഞ്ഞു. അവൾ അറിയുന്നില്ലല്ലോ അവൻ്റെ നെഞ്ചിലെ തുടുപ്പായി അവൾ മാറുമെന്ന്, തന്നിലെ പ്രണയം അവൻ അവൾക്ക് നൽകുമെന്ന്, അവളുടെ നെറുകയിലെ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് വീണ്ടും അവൻ ചുമപ്പിക്കുമെന്ന്.